എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണിയാണ്. അപ്പം നാളെ മാർച്ച് 15-ാം തീയതി കോഴിക്കല്ല് മൂടലാണ്. അപ്പോൾ കുംഭമാസത്തിലെ ഭരണിക്ക് ചെറുഭരണി കൊടി കയറിയിട്ടുണ്ട്. ചെറുഭരണി കൊടി കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ അമ്പലത്തിൽ പോലെ കൊടിമരമില്ല. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഓരോ അവകാശികൾ അവരുടെ ആൽത്തറയിലും ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് കൊടിക്കൂറകൾ കെട്ടിയിറക്കുന്നതാണ് ചെറുഭരണി കൊടി കയറുക എന്ന് പറയുന്നത്. അതിൻ്റെതായ ചടങ്ങുകളുണ്ട്, അതിന് ശേഷമാണ് അത്. ഞാൻ ഇതിപ്പോൾ ഇങ്ങനൊരു വീഡിയോ പെട്ടെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ താലപ്പൊലി ആയിട്ട് തന്നെ പല ആൾക്കാരും മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ പലരും പല സ്ഥലത്ത് നിന്നും കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ താലപ്പൊലിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടു. ഇപ്പോൾ എൻ്റെ വീട് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്, വടക്കേ നട എന്ന് പറയും, സ്വന്തം വീട്. അപ്പോൾ ഞാൻ ജനിച്ച് വളർന്ന കാലം മുതൽ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലവും അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് കണ്ടും കേട്ടും ജീവിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ഭരണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കോഴിക്കല്ല് മൂടുന്നതോടുകൂടി തുടങ്ങും. നാളെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തിരുവോണം, അത് കഴിഞ്ഞ് അവിട്ടം, ചതയം, പൂരൊരുട്ടാതി. പണ്ട് കാലത്തൊക്കെ പൂരൊരുട്ടാതി തുടങ്ങിയാണ് ഭരണിക്കാർ വരിക. ഭരണിക്കാരെന്ന് ഞങ്ങൾ പറയുന്നത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാടിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വരാറുണ്ട്. പിന്നെ പാലക്കാട് ഉള്ള ആൾക്കാർ ആണ് ഭരണിക്ക് വരുന്ന ഭരണിക്കാർ. അപ്പോൾ ഇവർ പൂരൊരുട്ടാതിക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൂരൊരുട്ടാതി കഴിഞ്ഞു ഉത്രട്ടാതി, രേവതിരന്ന് വൈകിട്ട് രേവതി വിളക്ക് എന്ന് പറയുന്ന വിളക്കുണ്ടാവും. അപ്പോൾ ആ രേവതി വിളക്ക് തൊഴാനായിട്ടും ഒരുപാട് ആൾക്കാർ ഈ ഭരണിക്കാർ ഉണ്ടാവും. അതുകൂടാതെ വേറൊരു വീഡിയോയിൽ പറഞ്ഞു കേട്ടു, അശ്വതി കാവ് തീണ്ടലാണ്. അശ്വതി അന്ന് കാവ് തീണ്ടും, 22-ാം തീയതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാവ് തീണ്ടൽ അന്നാണ് കോമരങ്ങൾ തുള്ളിയും അമ്പലത്തിൻ്റെ ചുറ്റും തുള്ളിയും പിന്നെ പാട്ടൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെയല്ല. കോഴിക്കല്ല് മൂടി തുടങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ട് പാട്ടൊക്കെ ഉണ്ടാവും, കാര്യമായിട്ടുണ്ടാവില്ല. നാളെ എന്തായാലും കുറച്ചൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാം തെറിപ്പാട്ടല്ല, ദേവീര ചരിതങ്ങളും ഒക്കെ ആയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ട് ഭക്തജനങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നാളെയും ഒരുപാട് കോമരങ്ങൾ തുള്ളും. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഈ പൂരൊരുട്ടാതിനന്ന് തുടങ്ങി കോമരങ്ങൾ വരും, തുള്ളലും പാട്ടും എല്ലാം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ സജീവമായിരിക്കും. ആ ദിവസങ്ങളിലൊന്നും നട അടയ്ക്കാറില്ല. ഭരണി അശ്വതി കാവ് തീണ്ടിക്കഴിഞ്ഞ് നട അടയ്ക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ടാണ് നട തുറക്കണത്. അപ്പോൾ അതിന് അശ്വതി കാവ് തീണ്ടലിന് മുമ്പ് ഒരു ചടങ്ങൊക്കെ ഉണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ അകത്ത്. അതിന് ശേഷമാണ് കാവ് തീണ്ടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്നും ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ പലരും മിസ്ലീഡ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ട്. അശ്വതിരന്ന് മാത്രമല്ല കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ കോമരങ്ങളുടെ തുള്ളലും പാട്ടും ഉള്ളത്. പൂരൊരുട്ടാതി തുടങ്ങി സജീവമായിട്ട് ഇതെല്ലാം കൊടുങ്ങല്ലൂർ അമ്പലത്തിലുണ്ടാവും. ഇതറിയാത്ത ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. നാളെ രാവിലെയാണ് കോഴിക്കല്ല് മൂടൽ. അകലുള്ള ആരെങ്കിലുമൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വരിക. അതുപോലെ നാളെ തുടങ്ങി എല്ലാ ദിവസവും കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ഭരണിയുടെ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും കൊടുങ്ങല്ലൂർ അമ്മയുടെ നാമത്തിൽ സ്വാഗതം. നന്ദി, നമസ്കാരം.